അവൾ പൊഴിക്കുന്ന ആനന്ദാശ്രുക്കൾ ലക്ഷ്മിക്ക് മീതെയുള്ള പുഷ്പാർച്ചനയായിട്ടാ അച്ഛന് തോന്നുന്നത്. ലക്ഷ്മിയെ അച്ഛൻ്റെ ഓർമ്മകൾ പൊടിമൂടിക്കിടന്ന ആ മുറിയിലെത്തിച്ചതും അവളുടെ ജന്മയോഗമായിരുന്നു. അതിന് നിമിത്തമായത് ശർമാജി വക്കീൽ മോന് സമ്മാനിച്ച ആ ചെടിയാ. അച്ഛന് പൂരിപ്പിക്കാൻ കഴിയാത്ത സമസ്യയാ മോനെ. സ്വാതിയുടെ വിശുദ്ധിയാണോ ലക്ഷ്മിയുടെ പരിശുദ്ധിയാണോ ദൈവം എൻ്റെ മോന് വിധിച്ചതെന്ന്. അമ്മോടെ അവള് ശ്രീദേവി അടുത്തേക്ക് ബെഡ് കോഫി ആയിട്ട് പോയിട്ടുണ്ട്. ശ്രീദേവി അടുത്തേടെ അടുത്ത് പോയാ ഉടനെയൊന്നും അവളെ വിടില്ല. അമ്മു കാരണമാണല്ലോ ആണ്ടുബലി നടന്നത്. അതിന്റെ സ്നേഹപ്രകടനമൊക്കെ ഉണ്ടാവുമല്ലോ. സഞ്ജുവിന് ചായ അമ്മ കൊണ്ടുപോയോ? അവന് ചായ നീ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ശാസ്ത്രികൾ അമ്മൂന് കൊടുക്കുന്ന പരിഗണന അപ്പച്ചി ശ്രദ്ധിച്ചോ? എനിക്കത് മനസ്സിലായതാ. അമ്മു ശരിക്കും ആരാണെന്ന് ശാസ്ത്രികളെ മനസ്സിലാക്കി കാണൂടാ. ഞാനങ്ങനെ കരുതുന്നത്. ലക്ഷ്മി പൂജ നടത്താൻ അമ്മൂനോട് പറഞ്ഞത് ശാസ്ത്രികളാ. ശാസ്ത്രികള് ദൈവജ്ഞാനിയാ. ശാസ്ത്രികളെന്ന് മനസ്സിലാക്കിയെങ്കിൽ ഏടത്തിയോട് പറയാതിരിക്കോ? സഞ്ജുവിന്റെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ ആ ശാസ്ത്രികളുടെ അടുത്ത് ചെന്ന് ആ പെൺകുട്ടി ആരാന്ന് ഏടത്തി ചോദിച്ചതല്ലേ? പറയാൻ പാടുള്ള കാര്യങ്ങളെ അദ്ദേഹം പറയൂ. കാക്ക പിണ്ടം തൊടാതിരുന്നപ്പോ ശാസ്ത്രികൾ പറയാതെ പറഞ്ഞത് അമ്മൂനോട് പുറത്തു വരാനാ. അമ്മൂനെ ആ ശാസ്ത്രികൾ അന്വേഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവള് പുറത്തു വന്നതും കാക്ക പിണ്ടം കൊത്തി. മുകുന്ദേട്ടന്റെ ആത്മാവ് കടപ്പെട്ടിരിക്കുന്നത് അമ്മൂനോടല്ലേ? ഓർക്കുമ്പോ എനിക്കിപ്പോഴും അമ്പരപ്പാ തോന്നുക. ആരും പ്രവേശിക്കാത്ത മുറിയിൽ പൊടി പിടിച്ചിരിക്കുന്ന മുകുന്ദേട്ടന്റെ ചിത്രം ഇപ്പൊ ഹാളിൽ എത്തിച്ചതിന്റെ പിന്നിൽ അമ്മു അല്ലേ? പിന്നാലെ സഞ്ജുവിനെ കൊണ്ട് ബലിയും നടത്തിച്ചു. അതൊക്കെ അവിടെ കഴിഞ്ഞില്ലേ? ആ ചടങ്ങിൽ ഒരുത്തി കേറി വന്നത് മറന്നോ? സഞ്ജന. എന്തൊരു പെണ്ണാടാ അവള്. കമ്പനി ആനിവേഴ്സറിക്ക് ഞാൻ അവളെ ശ്രദ്ധിച്ചതാ. കമ്പനി ഷെയർ വാങ്ങാൻ വന്നവൾ. അവൾക്ക് വീട്ടിലെന്താ കാര്യം? സഞ്ജുവിന് സ്വാതിക്കും ബാംഗ്ലൂർ വെച്ച് അവൾ അറിയാന്നാ പറഞ്ഞത്. അതിന്റെ സ്വാതന്ത്ര്യം കാണിക്കല അതൊക്കെ. കോളേജിലൊക്കെ അവർ തമ്മിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അത് കോളേജ് കാലോ. ഇവിടെ അവന്റെ ബന്ധുക്കളുണ്ടെന്നുള്ളൊരു ബോധം വേണ്ടേ? പോരാത്തതിന് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണും ഇവിടെയുണ്ട്. എനിക്ക് ചില ഉത്കണ്ഠകളൊക്കെ ഉണ്ട് രാജു. ഞാനത് ആലോചിച്ചുകൊണ്ടിരുന്നത്. എനിക്കത് കേട്ടിട്ട് തമാശയായിട്ടാ തോന്നുന്നത്. സഞ്ജന എന്ത് ചെയ്യുന്ന അപ്പച്ചി പറയുന്നത്? അവനെ കയറി പ്രേമിക്കൂ. എങ്കിൽ അവള് നാണം കെട്ട് പോവത്തേ ഉള്ളൂ. അവനെ ഇഷ്ടപ്പെടാത്ത ഏത് പെണ്ണാ ഉള്ളത്? നീ കരുതുന്ന പോലെയൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്നത്. സഞ്ജന വന്നിറങ്ങിയപ്പോ ശാസ്ത്രികൾക്കുണ്ടായ ഭാവവ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. മുന്നിൽ ഏതോ പിശാച് വന്ന നോട്ടമായിരുന്നു ശാസ്ത്രികൾക്കുണ്ടായിരുന്നത്. ശാസ്ത്രികൾ ദൈവജ്ഞനാണെന്നല്ലേ നീ പറഞ്ഞത്? അവളെ കണ്ടതും ശാസ്ത്രികളുടെ മനസ്സിൽ എന്തൊക്കെയോ ദുസ്സൂചനകൾ വീണിട്ടുണ്ട്. തറവാട്ടിലൊരു വിശേഷ ചടങ്ങ് നടക്കുമ്പോ പലരും വരും. നമ്മൾ ക്ഷണിച്ചവരും ആകാം. ഒരു പെൺകുട്ടിയെ കണ്ട് ശാസ്ത്രികൾ എന്തിനു മുഖം ചുളിക്കണം?
തറവാട്ടിലെ പുതിയ തലമുറയ്ക്ക് കാളസർപ്പയോഗം ഉണ്ടെന്ന് ശാസ്ത്രികൾ പറഞ്ഞ് അല്പസമയത്തിനുള്ളിൽ സഞ്ജന വന്നിറങ്ങി. അതായിരിക്കില്ലേ ശാസ്ത്രികളിൽ അങ്ങനെ ഒരു ഭാവപ്പകർച്ച വരാൻ കാരണം? വല്യപ്പച്ചിക്കും കാളസർപ്പയോഗം ഉണ്ടെന്നാ ജ്യോത്സ്യം പറഞ്ഞത്. ഇതങ്ങനെയല്ല രാജു. സഞ്ജന വെറുതെ ഒന്നും വന്ന് കയറിയതല്ല. ഷെയർ വാങ്ങിയ ഒരാളെന്ന നിലയിൽ ആര് സഞ്ജനെ കാണാനും പാടില്ല. അവൾ ആരാ, കുടുംബം ഏതാന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഈ വീട്ടിലെ ഒരു അവകാശി പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. സഞ്ജനയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മുംബൈ വരെ പോണ്ടേ. അപ്പച്ചി ഇങ്ങനെ ഓരോ സംശയങ്ങൾ പറഞ്ഞ ഇവിടെ ആരും ചെവിയുള്ളില്ല, പരിഹസിച്ച് ചിരിക്കുകയുള്ളൂ. സഞ്ജു എഴുന്നേറ്റിട്ടുണ്ടോ? ഞാനവന് ചായ കൊണ്ടു കൊടുക്കട്ടെ. സഞ്ജുവിന്റെ വിവാഹം കഴിഞ്ഞെന്ന് കൃത്യമായ സമയം വെച്ച് പറഞ്ഞ ആളാ ശാസ്ത്രികള്. ശാസ്ത്രികൾ വീണ്ടും നടത്തിയ പ്രവചനം സത്യമായി തീരുക തന്നെ ചെയ്യും. ഈശ്വര, പെരുവണ്ണാപുരത്ത് അമ്മയാ അവളുടെ കൈ പിടിച്ച് നിനക്ക് തന്നത്, നിന്റെ രക്ഷയ്ക്കായി. അവൾ വീണ്ടും ശ്രീകുട്ടിയിലൂടെ ഇവിടെ എത്തിയത് മറ്റൊരു നിയോഗം. ലക്ഷ്മി പൂജയിലൂടെ അവൾ നിന്റെ ജീവിതം കാറ്റിൽ അണഞ്ഞു പോവാത്ത ദീപം പോലെ കൈക്കുമ്പിളിൽ വെച്ച് കാത്തുകൊള്ളുകയാണ്. അച്ഛന് പൂരിപ്പിക്കാൻ കഴിയാത്ത സമസ്യ മോനെ. സ്വാതിയുടെ വിശുദ്ധിയാണോ ലക്ഷ്മിയുടെ പരിശുദ്ധിയാണോ ദൈവം എൻ്റെ മോന് വിധിച്ചതെന്ന്? ഹാ, നീ എഴുന്നേറ്റിട്ടുണ്ടാവില്ലെന്ന് ഞാൻ കരുതിയത്. നീ കരുതുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങള്. ഓ, അതെനിക്കറിയാം. അമ്മു അല്ലേ ചായ ഉണ്ടാക്കിയത്? അല്ല, നിന്റെ കാവിരിയപ്പച്ചിയാ. അത് ചായ കുടിച്ചപ്പോ തന്നെ മനസ്സിലായി. അവളോട് പോയി. ആര്, അമ്മുവോ അതോ സ്വാതിയോ? എടോ, നിന്റെ ഈ ഇരുത്തിയുള്ള സംസാരം എനിക്ക് മനസ്സിലാവുന്നുണ്ടേ. അവളെന്ന് പറഞ്ഞ നിന്റെ മനസ്സിലാരാണെന്ന് ഞാനെങ്ങനെ അറിയാനാ? എടാ, ഞാൻ അമ്മുവിന്റെ കാര്യ ചോദിച്ചത്. അവളാ എപ്പോഴും ചായ ആയിട്ട് വരാറ്. ആ, അവളിവിടെയുണ്ട്. നിനക്കുള്ള ചായ എന്നോട് കൊണ്ടു കൊടുക്കാൻ അമ്മു പറഞ്ഞതായിട്ട് നിന്റെ അപ്പച്ചി എന്നോട് പറഞ്ഞു. അതെന്താ അവൾ അങ്ങനെ പറഞ്ഞെന്ന് അറിയണമല്ലോ. നീ അവളോട് ഇങ്ങോട്ട് വരാൻ പറ. അവൾ അവളുടെ പാട്ടിന് വിട്ടേക്ക് സഞ്ജു. ഞാൻ പറഞ്ഞ നീ കേട്ടാ മതി. ഒന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കില്ല മോനെ. മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്നത് ഓരോ നിമിത്തങ്ങളിലൂടെ. നിന്റെ ജീവിതത്തിൽ അങ്ങനൊരു നിമിത്തമായി ലക്ഷ്മി. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതായിട്ട് രാജേട്ടൻ പറഞ്ഞു. അല്ല, ഇന്നലെ വരെ നീ എനിക്ക് രാവിലെ ഒരു ചായ കൊണ്ടുവരുന്ന പതിവുണ്ടായിരുന്നു. ഇന്നത് കണ്ടില്ല, അതാ അന്വേഷിച്ചത്. ഞാൻ കരുതിയത് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവുന്ന. മുൻപ് രാജേട്ടനല്ലേ അത് ചെയ്തോണ്ടിരുന്നേ. ശരി, അമ്മയ്ക്കും സ്വാതിക്കും കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് എനിക്കൊരു കപ്പ് ചായ കൂടി എടുക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല.
എണീറ്റ് കാണില്ലെന്ന് കരുതി. നിന്നെ ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നാണെങ്കിലും നീ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു. അതിലെനിക്ക് നിന്നോട് നന്ദിയുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് വേണ്ടിയാ. അമ്മ എന്റേതല്ലേ, ആ നിലയ്ക്ക് ഞാനല്ലേ നിന്നോട് നന്ദി പറയേണ്ടത്. അമ്മ നിങ്ങൾക്ക് മാത്രം സ്വന്തമാണെങ്കിൽ പിന്നെന്താ അമ്മയുടെ വേദന മാറ്റാൻ നിങ്ങൾ ബലിയിടാൻ തയ്യാറാവാത്തത്? ഞാൻ നിങ്ങളുടെ അമ്മയ്ക്ക് അവകാശം പറയാനൊന്നും വരുന്നില്ല. ഞാൻ നിന്നോട് പരസ്യമായി പെരുമാറിയെന്നുള്ളത് സത്യ. അതിലെനിക്ക് വേദനയുണ്ട്. ഈ ഒരു ചടങ്ങ് മാത്രമല്ല, സ്വാതിയെ കൊണ്ട് നീ അച്ഛന്റെ ഫോട്ടോ പുറത്തു കൊണ്ടുവന്നപ്പോഴും എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയിരുന്നു. അതെന്താ വലിയ തെറ്റായി പോയത്? നീ സ്വാതിയോടായിരുന്നില്ല അത് പറയേണ്ടിയിരുന്നത്. 2 ഫോട്ടോയുമായിട്ട് വന്ന് അവള് കാട്ടിക്കൂട്ടിയത് നീ കണ്ടതല്ലേ? ആ ഫോട്ടോയുടെ പേരില് ഈ വീട്ടിലുള്ളവർ ഇവിടം വിട്ട് ഇറങ്ങി പോയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇന്ന് ഈ വീടിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? നീ ആ സത്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും വരാതെ ഞാൻ അത് കൈകാര്യം ചെയ്യുമായിരുന്നു. എന്റെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വയ്ക്കാൻ അമ്മയ്ക്ക് ആരും അറിയാതെ പോവേണ്ടി വരില്ലായിരുന്നു. അത് ഞാൻ ചെയ്യുമായിരുന്നു. അച്ഛന്റെ ഓർമ്മ ഞാൻ ആ മുറിയിൽ നിലനിർത്തുമായിരുന്നു. അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ചെന്ന് കാണാമായിരുന്നു. അച്ഛനെ ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടും വരുകയില്ല. അതിലൊരു എതിർപ്പ് പറയാൻ ആർക്കും കഴിയില്ല. സാരമില്ല, എന്തോ ഭാഗ്യം കൊണ്ട് ഒരു ദോഷവും വരാതെ അത് കഴിഞ്ഞുപോയി. ഒരു കുടുംബ ഐക്യത്തോടെ കൊണ്ടുപോവാൻ നമ്മുടേതായ പല ഇഷ്ടങ്ങളും വേണ്ടാന്ന് വെക്കണം. സ്വാതി കാണിക്കുന്ന ആവേശം എനിക്കെന്റെ കുടുംബത്തോട് കാണിക്കാൻ പറ്റില്ല ലക്ഷ്മി. അതാ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത്. സോറി ലക്ഷ്മി, നീ അത് മറന്നേക്ക്. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ അവള് പോയി. കുറ്റപ്പെടുത്തേണ്ടത് അവളെയല്ല, എന്നെ തന്നെയാ. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അവളെ അംഗീകരിച്ച് കൊടുക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ എനിക്ക് കഴിഞ്ഞില്ല. പാവം ലക്ഷ്മി മനസ്സ് വേദനിച്ചു കാണും. ഞാൻ എൻ്റെ സ്വാർത്ഥത അവളോട് പറഞ്ഞു. അതിനവൾ ഒരു വിലയും തന്നില്ല. അവളെ അലട്ടിയത് അമ്മയെയും അച്ഛനെയും കുറിച്ചുള്ള വേദനകളാ. അവിടെ അവൾ ജയിച്ചു. ഞാൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണെന്ന് നീ എന്താ ലക്ഷ്മി ഓർക്കാത്തത്? ഇനി ഞാൻ വന്ന് നനയ്ക്കുന്നതും നിനക്ക് വളമിടുന്നതും ഇവിടെ ഒരാൾക്ക് ഇഷ്ടാവോന്നറിയില്ല. ആ, അച്ഛന്റെ ഓർമ്മകളുള്ള ചെടിയല്ലേ. എന്നെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവരുതെന്ന് കരുതിയ ഞാൻ ഇവിടുന്ന് പോയത്. എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിച്ചു പോവാന്നാ കരുതിയത്. അത് പിന്നെ എങ്ങനെയാ, പിന്നാലെ വന്നോളൂ. ഇങ്ങോട്ടിനി ഇല്ലെന്ന് പറഞ്ഞാലും കേക്കണ്ടേ? പൂച്ചയെ ചാക്കി കെട്ടി കൊണ്ടുവരുന്നത് പോലെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്താലും കുറ്റം. ഉള്ള ദേഷ്യമൊക്കെ എന്നോട് കാണിക്കും. ശരിയും തെറ്റൊക്കെ പഠിപ്പിക്കാൻ ഞാൻ ആരാന്നാ ചോദിക്കുന്നത്? ശരിയാ, ഞാൻ ആരുമല്ല. പക്ഷെ മറ്റുള്ളവരുടെ വേദന എന്താന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഈ പറയുന്നയാൾക്കോ? കൂടെയുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ പഠിക്കണം. എന്റെ അമ്മയല്ലത്രേ. സഞ്ജയ് പണിക്കര് പിന്നെ അങ്ങനെ പറഞ്ഞ ശ്രീദേവി അമ്മ എന്റെ അമ്മയല്ലാതാവോ? ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞ നിനക്ക് വല്ലതും മനസ്സിലാവോ? അല്ല, മനസ്സിലായെങ്കിലേ ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക. നിന്റെ ആളല്ലേ. വഴക്ക് പറഞ്ഞത് പോരാഞ്ഞിട്ട് ഇവിടെയും വന്നു. നന്നായിട്ടുണ്ട്. എന്ത്? ഞാനെല്ലാം കേട്ടു.
കേൾക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കലിപ്പില് തന്നെയാ. ആ, അപ്പൊ ഞാൻ കേട്ടത് അശരീരിയാണോ? നിക്ക്, എനിക്ക് മറുപടി പറയാൻ ഒരു ചാൻസ് താ. എനിക്കൊന്നും പറയാനുമില്ല, കേൾക്കാനുമില്ല. തെറ്റു ശരി അറിയാത്ത പാവങ്ങളെ അങ്ങ് വിട്ടേക്ക്. കൈവിട. വിടാം. എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. നിക്ക്, എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. നിന്നെ കാണണമെന്ന് ഞാൻ രാജുവിനോട് പറഞ്ഞത് എനിക്ക് നിന്നോട് ക്ഷമ പറയാനാ. അത് കേൾക്കാൻ നിൽക്കാതെ നീ പോയി. തെറ്റ് പറ്റാത്തായി മനുഷ്യരിൽ ആരാ ഉള്ളത്? ഞാൻ ഇന്നുവരെ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിന്റെ കാര്യം. തെറ്റ് പറ്റിയ ക്ഷമ പറയണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. നിന്നോട് പരുഷമായി പെരുമാറിയതിനൊക്കെ നീ എന്നോട് ക്ഷമിക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് അങ്ങനെ പറയരുത്. എനിക്കത് സഹിക്കാൻ കഴിയുന്നതല്ല. മനുഷ്യർക്ക് തെറ്റുപറ്റും, ശരിയാണ്. പക്ഷെ നിങ്ങളെ ഞാൻ മനുഷ്യനായിട്ടല്ല കാണുന്നത്, അതിനു മുകളില. എന്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ എനിക്ക് ദൈവതുല്യനാണ് നിങ്ങൾ. ദൈവം തെറ്റിയാൻ പാടില്ല, അതുപോലെ ക്ഷമ പറയാനും. സഞ്ജുവോട് സോറി പറയാൻ വന്നതാണല്ലേ? അവൾ എന്റെ മുന്നേ വരാതെ ഒഴിഞ്ഞു നടക്കായിരുന്നു. അവൾ നല്ല കാര്യങ്ങൾ ചെയ്തപ്പോ ഞാൻ അവളെ കുറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനല്ലേ ശ്രമിച്ചത്. അതിന്റെ കുറ്റബോധ. ഞാനും സഞ്ജു അവളെ വിഷമിപ്പിക്കുന്ന എന്ത് പറഞ്ഞാലും അവൾക്ക് സഹിക്കാനാവില്ല. ഇവിടെയുള്ള മറ്റുള്ളവര് എന്ത് കുത്തുവാക്ക് പറഞ്ഞാലും അവൾ കേട്ടു നിൽക്കും. അമ്മൂനെ ഇനി ഇവിടെ ഒരു വീട്ടുജോലിക്കാരുടെ നിലവാരത്തിൽ നിർത്താൻ പറ്റില്ല. അവൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം. നമുക്ക് അത്രയും കടപ്പാട് അവളോടുണ്ട്. ഞാനും അതേപ്പറ്റി ആലോചിച്ചു തുടങ്ങി സഞ്ജു. അമ്മൂനെ ഈ വീട്ടിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് മണ്ടത്തരോ? അവള് വീണ്ടും എന്നെ വിട്ടു പോയിന്ന് വരും. അമ്മു എന്റെ കൂടെ നിൽക്കുന്നതില എന്റെ അമ്മ അവളോട് വെറുപ്പും ദേഷ്യം കാണിക്കുന്നത്. അവളൊരു നല്ല ജീവിതത്തിലേക്ക് പോട്ടെ. എന്റെ കൺവെട്ടത്ത് അവള് സന്തോഷത്തോടെ ഉണ്ടായാൽ മാത്രം മതി. ജീവിതം ഒന്ന് സ്വാതി ഉദ്ദേശിക്കുന്നത് എന്താ? അവളുടെ വിവാഹമാണോ? അതിന് തടസ്സമായി ഒരു വിവാഹ ബന്ധത്തിൽ പെട്ടുകിടക്കുമല്ലേ അവള്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവളുടെ ഭർത്താവിനെ കണ്ടെത്തി ഡിവോഴ്സ് വാങ്ങി കൊടുക്കുകയാ. ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മുനെ തുടർന്ന് പഠിപ്പിക്കാനാ. അതിന് നമുക്ക് സാധിച്ച അവളുടെ വിധി തന്നെ മാറും. ഇനി അതല്ല, ഒരു ജോലിയാണ് അമ്മുന്റെ സ്വപ്നമെങ്കിൽ അവൾക്കത് നേടിക്കൊടുക്കണം. ഡിവോഴ്സ് വിട്ട് ആ വഴിക്ക് ചിന്തിക്കുന്നതാണ് നല്ലത്. എനിക്ക് അവളെ കെട്ടുപാടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. അമ്മു എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രയാവണം. എന്തിനീ പ്രായത്തില് മറ്റൊരാളുടെ താലിയും കഴുത്തിലിട്ട് അവള് ജീവിക്കണം? സഞ്ജു, നമുക്ക് അവളുടെ വിവാഹ ഫോട്ടോ എടുത്ത് ആ സ്റ്റുഡിയോ വരെ ഒന്ന് പോയാലോ? അന്ന് അയാൾ എന്നോട് കള്ളം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. ആദ്യം വിവാഹ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു, അത് അയച്ചു തരാമെന്നും പറഞ്ഞു. പിന്നീട് വിളിച്ചപ്പോ കമ്പ്യൂട്ടർ കത്തിപ്പോയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അയാൾ ശ്രമിച്ചത്. അയാളുടെ സംസാരം കേട്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്, അയാൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുവാണെന്ന്. നീ ആ സ്റ്റുഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ പോയി അന്വേഷിക്കാം. സഞ്ജു ചെന്നാലും അയാൾ കൈമലർത്തും. ഞാൻ തന്നെ നേരിട്ട് പോണം. അയാളോട് സംസാരിച്ചിട്ടുള്ളത് ഞാനല്ലേ? സഞ്ജുവിന് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തതല്ലേ അമ്മു? നമുക്ക് ഒന്നിച്ചു പോയാലോ? ഇന്ന് ഒരു ദിവസം അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ സഞ്ജുവിന്? അവൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് സഞ്ജു പറഞ്ഞതില് കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് എന്റെ കൂടെ
സഞ്ജുവും പെരുവണ്ണപുരത്തേക്ക് വരും.